2026 എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. എന്നാൽ നമ്മൾ എല്ലാ പ്രാവശ്യം ഇയർ കഴിയുമ്പോഴും ഇയർ തുടങ്ങുമ്പോഴും ഒരു മോട്ടിവേഷൻ കണ്ടില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇയറിൻ്റെ എൻഡാകുമ്പോൾ എന്തെങ്കിലും നല്ല ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ക്രിസ്മസ് കാർഡ് അങ്ങോട്ട് അയച്ചു. നാട്ടിലെ ക്രിസ്മസ് ഭയങ്കര രസമായിരുന്നു. നമുക്കങ്ങനെ രാത്രി ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കൂടി രാത്രി നടക്കാൻ പറ്റിയ ദിവസമാണ് ഈസ്റ്റർ, പെരുന്നാൾ, ക്രിസ്മസ്. രാത്രിയാകുമ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാതിരാത്രി നമ്മൾ റെഡിയാവും. എന്നിട്ട് നമ്മൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ കൂടി നടന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാ വീടൊക്കെ നോക്കി, എല്ലാ വീട്ടിലും ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ തന്നെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മിന്നി മിന്നി കത്തണ കണ്ടിട്ട് നമ്മൾ നടക്കും തണുപ്പത്ത്. പക്ഷേ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ട്രഡീഷൻസ് ഒന്നുമില്ല. നമ്മൾ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചു, പിന്നെ മടിയായി. പിന്നെ പുറത്ത് പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് കിടന്നു തുടങ്ങി. ഏത് കാര്യം ക്രിസ്മസ് ഒക്കെ ആണേലും ഇവിടെ പിറ്റേ ദിവസം ബോക്സിംഗ് ഡേ ആണ്. ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ഷോപ്സിലും ഭയങ്കര വില കുറച്ച് സാധനങ്ങൾ കിട്ടും. അങ്ങനെ ഒരു 5 മണിക്കൂർ ഉറക്കം വെച്ച് ഞാൻ വർക്ക് ചെയ്യാൻ പോയി. ഇതാണ് ഇവിടുത്തെ പുറത്തത്തെ അവസ്ഥ. എവിടെ നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. വെള്ള കളർ, ചിലപ്പോൾ അതും കാണൂല, പൊക്ക മാത്രം കാണുള്ളൂ. I'm really tired. പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റാനുള്ള My daddy's make it hurt. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തോന്നുന്നു എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോണ്ട്
ഞാൻ കുറച്ച് എയർ ക്ലേബ് വാങ്ങിച്ചു. എയർ ക്ലേബ് വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്റെ സ്വന്തം മാലകൾ ഉണ്ടാക്കിയിട്ട് ഇടാൻ. അങ്ങനെ മാലയൊക്കെ ഉണ്ടാക്കി വന്നപ്പോ ആണ് എന്റെ പെയിന്റ് കഴിഞ്ഞു. ഇനി ഇത് മാലയായി വരുമോന്നൊന്നും എനിക്കറിയില്ല. ഇനി അത് മാല ആയിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലിടാം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റിഫ്ലക്ഷൻ. നമ്മൾ ഈ വർഷം എന്ത് പഠിച്ചു, നമുക്ക് എന്തൊക്കെ നല്ലതുണ്ടായി, നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി, നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായിരുന്നു, എത്ര ഫ്രണ്ട്സ് ബാക്കിയുണ്ട്, നമ്മുടെ ഫാമിലി എങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്കിനൊരു ബോധം വരും, നമ്മുടെ ലൈഫിൽ എന്ത് നടക്കണം എന്നുള്ളത്. അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അപ്പൊ തീരുമാനമായില്ലേ, അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് 2025 നമ്മൾ വിട പറയും.